പഴയകാല സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങൾക്ക് രണ്ടാം ഭാഗം പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ഒരു പതിവ് കാഴ്ചയാണ്. സേതുരാമയ്യരും ടു ഹരിഹർനഗറും ഒടുവിലിത സാഗർ ഏലിയാസ് ജാക്കി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഇവിടെ ഒരു പഴയകാല കഥാപാത്രം രണ്ടാം ഭാഗവുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. മറ്റാരുമല്ല, ചെമ്മീനിലെ പരീക്കുട്ടി. പരീക്കുട്ടി ഈസ് റീലോഡഡ്. വെളുത്തമ്മേ, നേരം വെളുത്തമ്മേ. എൻ്റെ ഈശ്വര, രക്ഷിക്കണേ എന്നെ മാത്രം. തുറയിലെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, അച്ഛനുമില്ല, അമ്മയുമില്ല. അയ്യോ, ഞാനിന്ന് അർമാദിക്കും. Daddy mommy, daddy mommy. ഈശ്വര, എൻ്റെ കൊച്ചുമുതലാളിയുടെ എൻട്രി മ്യൂസിക് ആണല്ലോ ആ കേൾക്കുന്നത്. കറുത്തമ്മേ, അതെല്ലാം പഴയ കഥ. ഇനി വരുന്നത് ഒരു പുതിയ പരീക്കുട്ടിയാണ്. യെസ്, പരീക്കുട്ടി ഈസ് റീലോഡഡ്. കൊച്ചുമുതലാളി പുതിയ രൂപത്തിലും ഭാവത്തിലുമാണെന്ന് പറഞ്ഞിട്ട് പഴയ മുഷിഞ്ഞ മുണ്ടും ഷർട്ടും തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. കറുത്തമ്മ, മ്യൂസിക് മാത്രമേ കാസറ്റ് കടയിൽ നിന്നും കിട്ടിയുള്ളൂ. മോഹൻലാലിട്ട പാൻറ് ഷർട്ടും ഒന്നും അവന്മാര് തന്നില്ല. ഇന്നാ ഇത് കടലമ്മയ്ക്ക് കൊടുക്ക്. കടലമ്മയ്ക്ക് കൊടുക്കാനോ? എന്ത്? അതല്ല, ഈ കടല നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ. മൊച്ചുമുതലാളി. അല്ല, കൊച്ചുമുതലാളി. കറുത്തമ്മ, നീ എന്നെ വിട്ടു പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് കൂടെ പാടി പാടി ചങ്ക് പൊട്ടിച്ചാകും. അരുത് മുതലാളി, അരുത്. അതിനു മുമ്പ് നാട്ടുകാർ നിങ്ങളെ തല്ലിക്കൊന്നോളും. ഒരു വശത്ത് FM റേഡിയോക്കാരെ കൊണ്ടുള്ള ശല്യം, മറുവശത്ത് കൊച്ചു മുതലാളിയെ കൊണ്ടുള്ള ശല്യം. കറുത്തമ്മേ, എൻ്റെ കൊച്ചു മുതലാളി. ഈ വിളി കാരണമാണ് ഞാൻ വണ്ണം വയ്ക്കാത്തത്. കൊച്ചു മുതലാളി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്നെയാണോ? അല്ല, വലിയൊരു സുനാമി. കറുത്തമ്മേ, ആരുടെ സുനാമിയാടി നീ സ്വപ്നം കണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു സുനാമിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. കൊച്ചു മുതലാളിക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? തീർച്ചയായും. അയ്യോ, കൊച്ചു മുതലാളിയുടെ കൈക്ക് ഇതെന്ത് പറ്റി? ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോ ഒരു നത്തോലി മീൻ എന്നെ ആക്രമിച്ചു. അതിനെ നത്തോലി മീൻ ആക്രമിക്കുമോ? കരുത്തമ്മ, ഒരൊറ്റമുണ്ട് മാത്രം ഉടുത്ത് കുളത്തിലിറങ്ങി നിന്ന് നോക്കണം. അപ്പോഴറിയാം നത്തോലി മീനിന്റെ ആക്രമണം. പക്ഷേ അവറ്റകൾക്ക് എന്നെ തോൽപ്പിക്കാനായില്ല. കാരണം പരീക്കുട്ടി ഈസ് റീലോഡഡ്. എങ്ങനെയുണ്ട് എൻ്റെ ഈ പുതിയ സ്റ്റൈൽ? ഇരകളെ പള്ളി പള്ളി ചാടും തീരമോസയല്ലേ. കരുത്തമ്മേ, അവിടെ നിൽക്കൂ. വേണ്ട കൊച്ചു എങ്ങോട്ടാണ് ഓടുന്നത്? വേണ്ട കൊച്ചു മുതലാളി. ഞാനല്ലേ വിളിക്കുന്നത്? അയ്യോ, കരുത്തമ്മേ, ആരെങ്കിലും- ഇങ്ങ് അടുത്ത് വരൂ. വാ, വണ്ടിക്കാശ് മുതലാക്കട്ടെ. വേണ്ട കൊച്ചു മുതലാളി. വരാൻ. വേണ്ട. കരുത്തമ്മ, അരുത് മുതലാളി, അരുത്. ആരെങ്കിലും വരുന്നതിനു മുമ്പ് എന്നെ ഒന്നും ചെയ്യാതെ പോകരുതേ. അയ്യോ അമ്മ. പേടിക്കണ്ട, പരീക്കുട്ടി ഈസ് റീലോഡഡ്. എങ്കിൽ ഞാൻ ചോദിച്ച കാര്യം എന്തായി? ഏത് കാര്യം? എൻ്റെ അച്ഛൻ ചെമ്പൻ കുഞ്ഞിന് ലാപ്ടോപ്പ് വാങ്ങാൻ കുറച്ച് പണം ചോദിച്ചിരുന്നില്ലേ? കടലിൽ പോകുന്ന നിന്റെ അച്ഛന് ലാപ്ടോപ്പ് എന്തിനാ? ഗൂഗിൾ എർത്തിൽ കയറി സെർച്ച് ചെയ്താൽ കടലിന്റെ ഏത് ഭാഗത്താണ് മീനുള്ളതെന്ന് കൃത്യമായി അറിയാം. യൂട്യൂബും ഇന്റർനെറ്റും എല്ലാം എടുത്തു കൊടുത്താൽ നിന്റെ അച്ഛൻ ചിലപ്പോൾ വഴിതെറ്റും. അത് ഞാൻ നോക്കിക്കൊള്ളാം. യൂട്യൂബോ? അല്ല, അച്ഛൻ വഴിതെറ്റാതെ നോക്കാമെന്ന്. കരുത്തമ്മേ, നിനക്കറിയാമോ
എനിക്കും ഒബാമയ്ക്കും സാമ്പത്തിക മാന്ദ്യമാണ്. എന്നിട്ടും ഒബാമയ്ക്ക് കുട്ടികളുണ്ടായല്ലോ. ഛേ, ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തിക മാന്ദ്യമാണ്. പണം ഞാൻ തരാം, പകരം എനിക്കെന്ത് തരും? എന്തും. കരുത്തമ്മ, ഇന്നാ എൻ്റെ ATM കാർഡ്. ഇതിന്റെ പിന്ന് വേണ്ട, എന്റെ ബ്ലൗസിൽ നിന്നും ഒരു പിന്ന് ഞാൻ എടുത്തോളാം. എങ്കിൽ ഞാൻ സഹായിക്കാം. എന്നെ വിട്ടു മുതലാളി, ഞാൻ പോട്ടെ. വീണ്ടും എന്നെ പറ്റിക്കാനുള്ള ശ്രമമാണല്ലേ? പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നിന്റെ സ്വഭാവം ആകെ മാറി. പക്ഷെ ഒന്നും മറക്കണ്ട, പഴിക്കുട്ടി ഈസ് റീലോഡഡ്. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. മുതലാളി എന്നെ ശപിക്കരുത്. എൻ്റെ അച്ഛൻ മറ്റൊരാളുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. സോറി ആസീസ് മുതലാളി, സോറി. സോറി മോളെ, ഇതൊന്നും കേട്ട് ഞാൻ ഞെട്ടില്ല. കാരണം പരീക്കുട്ടി ഈസ് റീലോഡഡ്. ആട്ടെ, എന്താണ് അവന്റെ പേര്? പഴനി. ഓഹോ, പഴനി. അവന്റെ ചേട്ടൻ മധുരയെയും തിരുപ്പതിയെയും ഞാൻ അറിയും. നിനക്കവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൂടെ? പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം എനിക്ക് ഒരുപാട് സ്നേഹവും അതിനേക്കാളേറെ പണവും തന്നു. പണവും സ്നേഹവും ഒക്കെ ഞാനും തന്നില്ലേ? നിങ്ങൾ എനിക്ക് അത് മാത്രമേ തന്നുള്ളൂ. പക്ഷേ പഴനി എനിക്ക് മറ്റു പലതും തന്നു. എൻ്റെ വയറ്റിൽ നിന്റെ വയറ്റിൽ എൻ്റെ വയറ്റിൽ നിന്റെ വയറ്റിൽ എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് കൊച്ചു മുതലാളി. പെഴച്ചമ്മേ, അല്ല കറുത്തമ്മേ, 21 വർഷങ്ങൾക്ക് ശേഷം റീലോഡഡായി തിരിച്ചു വന്നപ്പോൾ രണ്ടാമത് നീ എന്നെ പറ്റിച്ചു. എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അയ്യോ, അങ്ങനെ പറയരുത് കൊച്ചു മുതലാളി. അങ്ങിപ്പോൾ പഴയ മനുഷ്യനല്ല, പരീക്കുട്ടി ഈസ് റീലോഡഡ്. അത് കയ്യിലിരിക്കട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ സിനിമയുടെ പേര് മാറ്റി പുതിയൊരു പേരിട്ടു. എന്തു പേര്? കറുത്തമ്മ ഈസ് കറുത്തമ്മ ഈസ് കറുത്തമ്മ ഈസ് കറുത്തമ്മ ഈസ് ഫ്രീ ലോഡഡ്. എന്ത് പറഞ്ഞത് മനസ്സിലായില്ലേ? കറുത്തമ്മ ഈസ് ഫ്രീ ലോഡഡ് എന്ന്. നമ്മുടെ സാഞ്ചേട്ടൻ മലയാള ഭാഷയിൽ വലത്തു നിന്ന് മലയാള ഭാഷയിൽ ഒരുപാട് അംഗം കാണിക്കുന്ന ഒരാളാണ് സാഞ്ചേട്ടൻ. ഇനി ഇവർക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, സൂപ്പർ ഹിറ്റായി മാറിയ അനുരാഗ വിലോചനായി എന്ന് തുടങ്ങുന്ന ഗാനം വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിച്ച് പാടുകയാണ്. ഇവർ കേൾക്കാൻ തയ്യാറാണ്. ಗೆರನಾನು ವಿಯಾನ ಚಲೋವಿ ರೇಲದಿ ಮಾಯಾನ ದಹಿಮೋ ಲೇ ಮೇಟಿವ ಕುಲ್ನಿ ನೋಂದ್ರಜೋ ಕಡಂದಿ ഇളനായി നമ്മ ഇങ്ങര ഇളതാൻ കടന്തി. പക്ഷെ നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്ക് കൈയടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ സ്പീഡുള്ള അണ്ണാറ കണ്ണാവ ഇണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ ചമ്പണ്ടാക്കോ ഇണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ ചമ്പണ്ടാക്കോ ഇണ്ടവാവു ഇൽമേവാ വാരു ഓണക്കൽ തന്നാര പുതാത ലങ്ങേന എന്റെ വിഷുപാലു പിള്ളവ ഇഞ്ഞാണ് ഞപ്പിക്കാത്തിനേന ലൂരിക്കാം ഞാൻ നമ്നോ പോ തിങ്കളാഴ്ച അല്ല ഞായറാഴ്ച. അണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ വേണ്ടാക്കൂ. താങ്ക് യു. ഇനി ഒരു 2 നിമിഷങ്ങൾ നമുക്ക് ഓർമ്മയുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മാത്രം മറുപടി പറയുന്ന പഴഞ്ചൊല്ല് പത്മനാഭൻ എന്ന കഥാപാത്രത്തെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. സാഞ്ചേട്ടൻ കഥാപാത്രമായി മാറുന്നു. പഴഞ്ചൊല്ലുകൾ മാത്രം കൊണ്ട് മറുപടി പറയുന്ന മനുഷ്യൻ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എൻ്റെ പേര് ഉണ്ണി. ഉണ്ണിയെ കാണുമ്പോഴറിയാടാ ഊരിലെ പഞ്ഞം. ഞാനിവിടെ വന്നതേ നാളെ വാരി വെക്കുമ്പോഴറിയത് 1 2 ഡേഷനാണെന്ന്. എനിക്കിവിടെ ഇരിക്കാനായിട്ട്. നീ ഇരുന്നോ, പക്ഷെ ഇരുന്നടം കുടിക്കരുത്, നനഞ്ഞടം മാന്തരുത്, തോളത്തിരുന്ന ദൈവത്താണ് എന്റെ ചെവി തിന്നത്. ചേട്ടൻ എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലാണ്. പഴഞ്ചൊല്ലി പതിരില്ല മോനെ. പഴഞ്ചൊല്ലി പഴമില്ല. പഴവും പപ്പടവും പായസവും അല്ല, പഴഞ്ചൊല്ലി പതിരില്ല. എന്താ ചേട്ടന്റെ പേര്? പാലം കടക്കോളം നാരായണൻ, പാലം കടന്നപ്പോ കൂരായണൻ. മനസ്സിലായില്ല. എന്റെ പേര് നാരായണൻ, ഭാര്യ വിളിക്കണത് കൂരായണൻ. അപ്പൊ കല്യാണം കഴിച്ചതാണോ? ഒരു വെടിക്ക് 2 പക്ഷി. 2 കല്യാണം കഴിച്ചോ? എന്നിട്ട് ഒന്നിച്ചാണോ താമസം? അല്ല, ഒരു മുറ്റം 2 പുര. അപ്പൊ ചേട്ടൻ ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം, ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം? അക്കരെ നിൽക്കും ഇക്കരെ പച്ചയെന്ന് ഒന്നും, ഇക്കരെ നിൽക്കുമ്പോ എനിക്ക് അക്കരെ പച്ചയെന്ന്. അപ്പൊ ഈ ഭാര്യമാര് ചേട്ടനോട് എന്ത് പറയും? 2 വഞ്ചി കാലി ഓട്ടരുതെന്ന് പറയും. കളസം കീറിപ്പോലെ. കളസം മാത്രമല്ല, പുതിയ ബെർമുട ഉൾപ്പെടെ കീറിപ്പോ. എന്താ ചേട്ടാ ഈ ഭാര്യമാരുടെ പേരൊക്കെ? ഇരുന്ന കാൽ മൂദേവി, നടന്ന കാൽ ശ്രീദേവി. മനസ്സിലായില്ല. ഇരുന്ന കാൽ മൂദേവി, നടന്ന കാൽ ശ്രീദേവി. ഈ മൂദേവി ചേച്ചി എങ്ങനെയാള്? ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവെന്ന് പറയുള്ളടാ. അയ്യോ, ഒന്ന് ഞാൻ കേട്ടത് പാവാന്നാണല്ലോ. വണ്ടിയോട് എടുക്കണം മാങ്ങാട പുളിയറിയണം. അപ്പൊ ചേട്ടൻ അടുത്തിട്ടുണ്ടല്ലേ? ഈ ശ്രീദേവി ചേച്ചിയെ പുറത്ത് കാണുന്നില്ലല്ലോ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്താടാ കാര്യം? ഒന്ന് കാണാൻ വേണ്ടിയാട്ടോ. പാവപ്പെട്ടവൻ നിരന്ന് കിട്ടിയത് പണക്കാരൻ തട്ടിക്കൊണ്ട് ഒന്ന് വിളിക്കട്ടെ, പുള്ളിക്കാരത്തി എന്താ പുറത്തേക്ക് വരാത്തത്? പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി. പിന്നെയും ഗർഭിണിയായോ? അണ്ണാമൂത്താലും മരങ്കേറ്റം മറക്കൂ.
ചേട്ടൻ അത്ര വലിയ അണ്ണാനാന്നൊന്നും പറയണ്ട. ശ്രീദേവി ചേച്ചി ഗർഭിണിയായി സമ്മതിച്ചു. പക്ഷെ ഇപ്പുറത്തെ വീട്ടിലെ മൂദേവി ഗർഭിണിയായില്ലല്ലോ. ചാഞ്ഞമരത്തിലല്ലേടാ ഓടിക്കയറാൻ പറ്റുമോ? ഇതിന് മാത്രം പഴഞ്ചൊല്ല് പറയാനായിട്ട് ചേട്ടൻ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു? അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. മനസ്സിലായില്ല. അച്ഛൻ തെങ്ങുകയറ്റ അമ്മ വരമ്പത്ത് പാടത്ത് പണിക്ക് പോയി. അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? താടിക്ക് തീ പിടിച്ചപ്പോ ബീഡി കത്തിക്കാൻ നോക്കിയതാണ് പുകഞ്ഞു പോയി. പുകഞ്ഞ കൊള്ളി പുറത്തു. ചേട്ടൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഒന്നിച്ചു പഠിച്ചതാ. നിനക്ക് അച്ഛനുണ്ടാ? പിന്നെ അമ്മ 4 പേരെ കാണിച്ചു തന്നിട്ടുണ്ട്. നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പോവാ. നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്താ? നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതല്ലേ അങ്ങനെയാടാ. എന്താ? ദുഷ്ടന്മാരെ ദൈവം പല പോലെ. ചേട്ടൻ എൻ്റെ അച്ഛനെ കുറ്റം പറയാതെ ചേട്ടനൊരു അച്ഛനാണല്ലോ. ചേട്ടൻ്റെ മകൻ്റെ അടുത്ത് ദുബായിക്ക് പോയിട്ട് എന്തുവായി? കഷ്ടകാലത്തിന് തലമുട്ടടിച്ചപ്പോൾ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ അവസ്ഥ. ചേട്ടൻ്റെ മകനായോണ്ട് പറയല്ല, ചേട്ടൻ്റെതായ യാതൊരു ക്വാളിറ്റീസും അവനില്ല. അത്ത കുത്തിയ കുമ്പളം മുളക്കും. ചേട്ടനോടില്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും കിട്ടണ്ടേ? ഉപ്പോളം വരുമോടാ ഉപ്പിലിട്ടത്. മുഖച്ചായ എങ്കിലും കിട്ടണ്ടേ? മുഖം നന്നാത്തിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് എന്താടാ? ഇങ്ങനെയാണ് മക്കളെയും പട്ടീനെയൊന്നും വളർത്തരുത്. പുറത്തേക്കണ പട്ടി എന്നെ കണ്ടിട്ട് കുരച്ചില്ല, കടിച്ചില്ല. വർഗസിനെ കുരക്കണ പട്ടി കടിക്കാറില്ല, കടിക്കണ പട്ടി കുരക്കാറില്ല. അത് നന്നായി. അല്ല കല്യാണം വിളിക്കാൻ വന്ന എന്നെ പട്ടി അടിച്ചേനെ. നീ നശിക്കാൻ തീരുമാനിച്ച ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഡിസംബറിൽ തണുപ്പല്ലേ? വാടിയ പൂ ചൂടിയാലും നീ ചൂടിയ പൂ ചൂടരുത്. ചേട്ടാ അവർക്ക് എന്റെ മുഖം കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടി. നിന്നെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. നിന്റെ മുഖം കണ്ടാൽ അറിയാടാ നീ ഒരു സത്യസന്ധന. സത്യം മുഖം കണ്ട് മനസ്സിലാവും. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. എങ്ങനെ മനസ്സിലായേട്ടാ? സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമാണ്. ഏതെങ്കിലും ഒരു വലിയ ചാനൽ നടത്തുന്ന 100-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയൊരു അവാർഡ് നൈറ്റോളം ഒപ്പം എത്തി നിൽക്കുകയാണ് നമ്മുടെ ഷോ. ഇനിയും ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. നിന്റെ വീട്ടില് കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. ഓട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. കുതിരയ്ക്കോ കൊമ്പില്ല, മുതിരയ്ക്കോ മധുരല്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. കുതിരയ്ക്കോ കൊമ്പില്ല, കുതിരയ്ക്കോ മധുരല്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. ഉപ്പുമുളക്കില്ല, പാലിനോ കയ്പില്ല, ഇണയിൽ മീട്ടാത്ത രാഗമില്ല. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. കമോൺ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. നമുക്ക് ആ ഫ്ലൂട്ട് വായിച്ച ആൾക്കൊരു ഉമ്മ കൊടുക്കല്ലേ?